ദ ജേർണലിസ്റ്റിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, മതനിരപേക്ഷത തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് താൻ എന്നും മുന്നിലുണ്ടാകുമെന്ന് സധൈര്യം പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംഘടിതമായ പലതരത്തിലുള്ള ആക്രമണങ്ങളും അടിച്ചമർത്തൽ ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ആ കാഴ്ച നമ്മൾ കാണുന്നത് BJP ഭരിക്കുന്ന അസമിൽ നിന്നാണ്. അസമിലേക്ക് ഈ യാത്ര എത്തിയപ്പോൾ മുതൽ ഈ യാത്രയെ തടസ്സപ്പെടുത്താനും ഇവരെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്താനും ഒക്കെയുള്ള നീക്കങ്ങൾ പല വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം BJP പ്രവർത്തകർ പതാകകളും ആയുധങ്ങളും ഒക്കെയായി വന്ന് ഭാരത് ജോഡോ യാത്രയുടെ ആ റാലി, ആ കോൺവോയ്ക്ക് നേരെ നിരവധിയായ ആക്രമണങ്ങൾ നടത്തി, വാഹനങ്ങൾ തകർത്തു. എന്നിട്ടും മതിയാകാതെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ, ആ സർക്കാരിന് കീഴിലുള്ള പോലീസ് പലയിടങ്ങളിലും അനുമതികൾ നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനിങ്ങനെ BJP ഭയക്കുന്നു? എന്തിന് രാഹുൽ ഗാന്ധിയുടെ യാത്രയെ നിങ്ങൾ വിലക്കുന്നു? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ തേടുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ BJP പ്രതീക്ഷിച്ച ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം നടക്കും എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും BJPക്കെതിരെ സാധാരണക്കാർക്കിടയിൽ വർഗീയതയ്ക്കപ്പുറത്ത് അതിജീവനത്തിന്റെ കാര്യം വരുമ്പോൾ ജനങ്ങൾ വലിയ തോതിൽ എതിരാണ് എന്ന് ഒന്നാം ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തെളിയിച്ചതാണ്. അതിന്റെ തുടർച്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഉണ്ടാകുമ്പോൾ ജനലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം കൈകോർക്കുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തിരിച്ചടികളാകുമോ എന്ന് BJPക്ക് ഭയമുണ്ട്. ആ ഭയം അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭയമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് BJP സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ആ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അസമിലേക്ക് എത്തി വിദ്യാർത്ഥികളുമായി, മേഘാലയ അസം അതിർത്തിയിൽ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ സംവാദം തടയുകയാണ് പോലീസ് ചെയ്തത്. അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിലൂടെ സാധാരണക്കാരായ മനുഷ്യരെ കണ്ടുകൊണ്ട് അവർക്കൊപ്പം ചേർന്ന് നിന്ന് നടന്നുകൊണ്ടൊക്കെ ഈ യാത്ര പദ്ധതിയിട്ടതാണ്. അതായത് ഒന്നാം ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ എന്താണോ കണ്ടത് അതുപോലെ തന്നെ വിപുലമായി ജനസമ്പർക്കം നടത്തി മുന്നോട്ട് പോകാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതും തടയപ്പെടുകയായിരുന്നു. അത് തടഞ്ഞു എന്ന് മാത്രമല്ല, ചെറു റോഡുകളിലൂടെ ഒന്നും പോകാൻ പാടില്ല എന്ന് അസമിൽ നിന്ന് ഉത്തരവ് വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? സമാധാനപരമായി, ഒരിക്കലും പ്രകോപനത്തിന് വിധേയനായിട്ടില്ല രാഹുൽ ഗാന്ധി. ഒരിക്കലും ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണം നടത്തിയിട്ടില്ല. സമാധാനത്തിൻ്റെ പാതയിൽ ചിരിച്ചുകൊണ്ട് എന്തു വന്നാലും ഞാൻ ഈ യാത്ര പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പുറത്ത് കൂക്കിവിളികളും തെറിവിളികളും ആക്രമണങ്ങളുമായി BJPക്കാർ പാഞ്ഞു വന്നിട്ട് അവർ തോറ്റമ്പുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആ ധൈര്യത്തെ തടയാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു, എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുമായി സംവദിക്കാൻ നിങ്ങൾ അവസരം തന്നില്ലെങ്കിൽ ആ കുട്ടികൾ എവിടേക്ക് വരും? വന്നു. യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളും ജനങ്ങളും രാഹുൽ ഗാന്ധി ഉള്ളിടത്തേക്ക് ഇരച്ചെത്തുന്ന കാഴ്ച. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി ബസ്സിന് മുകളിൽ നിന്ന് സംസാരിക്കുകയാണ് അവരോട്. അപ്പോൾ പോലീസ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് പ്രധാന ഹൈവേ ബ്ലോക്ക് ചെയ്യുന്നു. ആ ഹൈവേ ബ്ലോക്ക് ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആ ബാരിക്കേഡുകൾ എടുത്ത് മാറ്റുകയാണ്. പിന്നെ പോലീസിന്റെ ലാത്തിച്ചാർജാണ് നടന്നത്. അതിക്രൂരമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയോ ആ സംഘമോ പിന്തിരിഞ്ഞോടിയില്ല. അവരവിടെ തന്നെ നിന്നു. എന്ത് വന്നാലും ഈ യാത്രയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് സധൈര്യം പോലീസിനോട്, സർക്കാരിനോട് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസക്തമായൊരു വാക്കുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു വ്യക്തിയുടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ തടയുന്നത്? അങ്ങനെ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ അത് നാളെ ആർക്കും സംഭവിക്കാം. അതൊരു സൂചനയാണ്, ഒരു ചൂണ്ടുപലകയാണ്. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും എത്രത്തോളം അപകടകരമായ സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത് എന്നുമുള്ള വ്യക്തമായ സൂചന.